ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ അറിയാം, നിങ്ങൾ എല്ലാരും കാത്തിരിക്കാന്നറിയാം അല്ലെ? നമ്മളും കാത്തിരിക്കുകയാണ്. രഞ്ജിത്ത്, നമ്മളൊരു സിനിമ കാണുമ്പോ അതിലെ സംവിധായകരെ ഓർക്കും, പാട്ടുകാരെ ഓർക്കും, നടന്മാരെ ഓർക്കും, കൂടി വന്ന എല്ലാവരും അതിലുള്ള ആളുകളൊക്കെ നമ്മൾ ഓർക്കും കാണുന്നവരെ. പിന്നെന്താ എന്റെ പിന്നണിയില് കവി ഉദ്ദേശിച്ചത് ഞാൻ പറയാം. അതായത് സിനിമയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഏരിയാസ് ഉണ്ട്. പക്ഷേ സിനിമയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലായിരിക്കും ശരിക്കും സിനിമയുടെ ലൈഫ് എന്നുള്ളത്. ആ പോർഷനാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എഡിറ്റിംഗ് ഒരു വളരെ വളരെ വലിയൊരു കലാരൂപമാണ് എഡിറ്റിംഗ്. വളരെ റിതം സെൻസ് വേണം, അതിന് ഒരുപാട് കാര്യങ്ങൾ, എഡിറ്റിംഗിന്റെ ഒരുപാട് മേഖലകൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ അതിഥി സിനിമയാക്കുന്നത് എഡിറ്റിംഗും കൂടിയാണ് അതിന്റെ ഏറ്റവും വലിയ ഫാക്ടേഴ്സിലൊന്ന്. അപ്പോ ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് എഡിറ്റിംഗ് മേഖലയിൽ വളരെ ചെറുപ്പകാലത്ത് തന്നെ തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ വ്യക്തിയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ പറയാൻ പറ്റുന്ന 2020 എന്ന സിനിമയിൽ എഡിറ്റിംഗിൽ ഭാഗവത്താകാൻ കഴിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീജിത്ത്. വെൽക്കം ടു ദി ഷോ. അപ്പോ ഈ ഒരു ഡെയ്സിയിലെ നായകന്റെ ലുക്ക് അല്ലേ? ഡെയ്സി കറക്റ്റ് കേട്ടാ, പാട്ട് പാടിയിട്ട് നോക്കിയപ്പോ കറക്റ്റ് ആയിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, പക്ഷെ എനിക്ക് ആ നായകനെ അത്ര ഒരു രസമായിട്ട് തോന്നിയിട്ടില്ല. അതല്ല അമീർ ഖാനെന്നോ ഷാറുഖ് ഖാനെന്നോ പറഞ്ഞാൽ നമുക്ക് പിന്നെയും സന്തോഷിക്കാം. ശരിക്കും ഉണ്ട് കേട്ടോ, അതുപോലെ തന്നെ ഉണ്ട്. പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അല്ല എന്താണ് ഡെയ്സിയുടെ നായകനെ പറയാനാണോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്? പ്രേക്ഷകർക്ക് എഡിറ്റിംഗിനെ കുറിച്ച് അറിയണ്ടേ? അപ്പോ ശരിക്കും എങ്ങനെയായിരുന്നു എഡിറ്റിംഗിലേക്കുള്ള കടന്നുവരവ് ശ്രീജിത്ത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയം, അതിനുശേഷം മെക്കാനിക്കൽ ഡിപ്ലോമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യായിരുന്നു. മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യാതെ അത് സിനിമയിൽ വരുന്നതിന് മുന്നേ അതായിരുന്നു. അതേ സമയത്ത് അതിൽ എനിക്ക് എന്റെ പാഷൻ സിനിമ ആയതുകൊണ്ടായിരിക്കാം അതിൽ ഞാൻ ട്രൈ ചെയ്തെങ്കിലും എനിക്ക് അതിലങ്ങ് വളരെ സക്സസ് ആവാൻ പറ്റിയില്ല. ആ പറ്റാതിരുന്നത് വളരെ ലക്കായിട്ട് അന്നും ഇന്നും കരുതാണ്. അന്നത്തെ വേറൊരു സാഹചര്യം, എന്റെ വീട്ടിലൊന്നും എനിക്ക് അങ്ങനെ സിനിമ അല്ലെങ്കിൽ നമുക്ക് അന്നങ്ങനെ ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല. നമുക്കും ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണം സിനിമയിൽ. അപ്പൊ വീട്ടിലെ അച്ഛനോടും അമ്മയോടൊക്കെ പറയാനുള്ള ഒരു പേടി. സിനിമയിൽ എന്ത് ചെയ്യണം, ആക്ടിംഗ് ക്രൈസ് ഉണ്ടായിരുന്നില്ല അന്ന്. ടെക്നിക്കൽ ഇതായിരുന്നു, സിനിമ റിപ്പീറ്റ് സിനിമ ആണ്, അപ്പൊ അതെങ്ങനെയായിരിക്കും സിനിമ മേക്ക് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഒരു തോന്നൽ അന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും സിനിമയിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ബ്ലാങ്ക് ആയിരുന്നു. അപ്പൊ ആ ഒരു വീട്ടിൽ പറയാനുള്ള പേടിയൊക്കെ മനസ്സിൽ വെച്ചിട്ട് മെക്കാനിക്കൽ ഇത് കഴിഞ്ഞ് ഷിപ്പില് അതിനുവേണ്ടി ബോംബെയിലായിരുന്നു പറയാൻ. അവിടുന്ന് എന്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത്, നീ എങ്ങനെയെങ്കിലും സിനിമയിൽ പോയാൽ ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാള് വരും വേറെ, അപ്പൊ ഞങ്ങളുടെ ജോലി കുറച്ച് കുറയും. അന്ന് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ബോംബെയിൽ നിന്ന് പോയ, അന്ന് സിനിമാറ്റോഗ്രാഫി ക്രൈസ് ആയിരുന്നു മനസ്സിൽ. ആക്ച്വലി സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം ടെക്നിക്കൽ ഇതിൽ ക്യാമറമാൻ എന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിലും ക്യാമറമാൻ, ഇപ്പൊ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ ക്യാമറമാൻ ഹീറോ. അപ്പൊ സിനിമയിലും വിഷ്വൽ ബ്യൂട്ടി ക്യാമറയിലാണെന്ന് അറിയുന്നതുകൊണ്ട് അതായിരുന്നു അന്നത്തെ ഒരു ക്രൈസ്. എഡിറ്റിങ്ങിനെ പറ്റിയൊന്നും സത്യത്തിൽ അറിയില്ല. അങ്ങനെ ബോംബെയിലുള്ള സമയത്ത് ബെറ്റർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ബുക്സ് ഒക്കെ കിട്ടും, ഈ സിനിമ ഫോട്ടോഗ്രാഫി ലെൻസുകളും. അന്ന് അതിനെപ്പറ്റി വായിച്ചൊന്നും അറിഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ ഇതെല്ലാം വാങ്ങും. അതൊക്കെയായിരുന്നു അന്നത്തെ ഹോബി. ഇപ്പം ട്രൈ ചെയ്യുന്നത് വേറൊരു ജോലിക്കും, പാഷൻ വേറൊന്നുമായിരുന്നു. പിന്നെ ഒരു സമയത്ത് അതിലും മടുപ്പ് വന്നിട്ട് ഇനി ടൈം കളയാനില്ല എന്ന് തോന്നിയപ്പോ 99 വീട്ടിലൊരു ദിവസം പറഞ്ഞു ഇനി പോകണില്ല ബോംബെക്ക്, അങ്ങനെ സിനിമ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ട്രിവാൻഡ്രത്തേക്ക് അന്ന് വരുന്നു. ഞാൻ ഇറങ്ങി വരുമ്പോ എന്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളി ഇങ്ങനെ ബുക്കോ പേപ്പറോ എന്തോ വായിച്ചോണ്ടിരിക്കാം. അപ്പൊ സിനിമയിൽ എന്ത് ചെയ്യാനാ പ്ലാൻ എന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തായാലും ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനല്ല ഇറങ്ങുന്നത്, ടെക്നിക്കലി പഠിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതെന്ത് എന്നുള്ളത് അറിയില്ല, ക്യാമറയാണ് ഉദ്ദേശം. അത് പക്ഷെ അതിനേക്കാൾ വേറൊരു സംഭവം എനിക്ക് അവരോട് പറയാനായിരുന്നത്, ഞാൻ പറഞ്ഞു അത് അച്ഛനോട്. നാളെ സിനിമയിലെ 2-3 സ്റ്റേജ് ഉണ്ട്. ഒന്ന് ഹൈ പ്രൊഫൈൽ സക്സസ് ആവും, ഭയങ്കര ഫേമസ് ആവും, ഫിനാൻഷ്യലി ഭയങ്കര ബാക്ക്ഗ്രൗണ്ട്. ആ ക്രേസ് അല്ല എനിക്ക്, അല്ലെങ്കിൽ അതല്ല എന്റെയും പോപ്പുലാരിറ്റി, അതല്ല ടെക്നിക്കലി പഠിക്കുക, എനിക്ക് അതാണ് എന്റെ മേഖല എന്നുള്ളതായിരുന്നു എന്റെ. ചിലപ്പോ അങ്ങനെ ഞാൻ ആവാം, അല്ലെങ്കിൽ ഒന്നും ആവാതെ ആവാം, സക്സസ് ആവാം. നമ്മൾ ഒരുപാട് പേര് അങ്ങനെ കാണുന്നുണ്ട്, ഫെയിലിയർ ആയ ഒരു സിനിമാക്കാരൻ. പക്ഷെ ഈ രണ്ടാണെങ്കിലും വീട്ടിൽ ഒരിക്കലും ബുദ്ധിമുട്ടാവുകയും ഡിപ്പെൻഡ് ചെയ്യാൻ വരെ ചെയ്യില്ല. രണ്ടാണെങ്കിലും എന്റെ
കുറെ ഞാൻ അങ്ങനെ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെയില്ല. സക്സസ് ആവാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്തായാലും ഇതാണ് എനിക്ക് എന്റെ ഒരു പ്രൊഫഷൻ. അപ്പൊ ഞാൻ അതിൽ ട്രൈ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ ശരിക്കും ശ്രീജിത്ത് മർച്ചന്റ് നേവിന്ന് റിസൈൻ ചെയ്തിട്ടാണ്? റിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ശരിക്കും അന്ന് ചെറിയ അതിന്റെ ഇതിലൊക്കെ വർക്ക് ചെയ്തെന്നല്ലാതെ ഒരു പ്രോപ്പറായിട്ടൊരു അത് ഒരുപക്ഷെ അന്ന് അതിന്റെ ഫോറിൻഷിപ്പിലൊക്കെ അതിന് അന്ന് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പോയാനെ. അപ്പൊ കിട്ടാതിരുന്ന ഭാഗ്യം ഇപ്പോഴും ഞാൻ അതാണ് കുറച്ചുകൂടെ പറഞ്ഞത്. അത് സന്തോഷമാണ്. ചില നഷ്ടങ്ങൾ പിന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ എനിക്കത് നഷ്ടമായിട്ട് തോന്നുന്നില്ല. അപ്പൊ ബിക്കോസ് അന്ന് അവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്നെങ്കിൽ നഷ്ടങ്ങൾ അവിടെ ഉള്ള ബാക്കിയുള്ളവർക്കായിരിക്കാം. എനിക്കത് ഒരിക്കലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അതിനുശേഷം ഞാൻ എഡിറ്റിംഗിൽ വന്നത് പിന്നീട് എന്റെ ഫ്രണ്ട്സ്, ചാനൽ ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു. അന്ന് സിനിമ നമുക്ക് അത്ര ഈസി അല്ല. അപ്പൊ ചാനലിൽ കയറുക വർക്ക് ചെയ്യാന്നൊക്കെയാണ്. അപ്പൊ അന്ന് ഇവിടെ തന്നെ പല സ്വകാര്യ ചാനലുകളിലൊക്കെ പലരും വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് ചാനലിലെ ഇതുപോലത്തെ ഫ്ലോറും ഈ ഷൂട്ടൊക്കെ കണ്ട് അത് ചാനലിൽ കാണുമ്പോൾ 2-3 മണിക്കൂർ ഷൂട്ട് ചെയ്തത് ഒരു ഹാഫ്-ആൻ-അവർ പ്രോഗ്രാമായിട്ട് വളരെ പാക്ഡ് ആയിട്ട് കാണുന്നു. അപ്പൊ അതിന്റെ ഒരു ത്രില്ല്, അതിന്റെ ടെക്നിക്കൽ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ, അപ്പൊ അതിനോട് അങ്ങനെ ക്രേസ് വന്നു. അങ്ങനെയാണ് എഡിറ്റിംഗിൽ അവര് എന്റെ ഫ്രണ്ട്സ് ആണ് ആക്ച്വലി. ശരിക്കും തിയററ്റിക്കലായിട്ട് പോയി സ്കൂളിൽ പഠിച്ച ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല? ഇല്ല. അത് ഉണ്ടായത് പിന്നീടാണ് ആക്ച്വലി. അതിനുശേഷം എന്റെ ഫ്രണ്ട്സ് ആണ് പറയുന്നത് സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ക്യാമറ അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞു പോയാൽ വളരെ വർഷം എടുക്കും അതിന്റെ ഒരു എന്താ പറയാ ഒരു മീറ്റർ കയ്യിൽ കിട്ടാൻ പോലും. അപ്പൊ എഡിറ്റിംഗ് പറഞ്ഞാൽ അന്ന് ഈ ആവിഡും നോണിലും വന്ന സമയമായതുകൊണ്ട് അതിലധികം ആളില്ലാത്തതുകൊണ്ടും ചാനലെല്ലാം ഡിജിറ്റലൈസ്ഡ് ആക്കിയ സമയമായതുകൊണ്ടും ഇത് പഠിച്ചാൽ പെട്ടെന്ന് ജോലി കൂടെ കിട്ടും എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റീസ്. അതെ. അപ്പൊ പെട്ടെന്ന് ജോലി ആവുക എന്നുള്ളതാണ് പാഷന്റെ കൂടെ ശരി സെറ്റിൽ ആവുക എന്നുള്ള ഇതില് അങ്ങനെ ഒരു മനസ്സോടെ എഡിറ്റിംഗിൽ ആക്ച്വലി കയറണം. റൂമിനകത്ത് അടച്ചുപൂട്ടിയിരുന്നിട്ടുള്ളൊരു കംപ്ലീറ്റ് ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നുള്ള ജോലി അന്ന് എന്റെ മനസ്സിലില്ല. എനിക്ക് കുറച്ചുകൂടി ലൊക്കേഷനിൽ വർക്ക് ചെയ്യാൻ കയറുന്നു. പക്ഷെ പിന്നീട് ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് ട്രിവാൻഡ്രത്ത് തന്നെ ഞാൻ അലി അക്ബർ എന്നുള്ള ഡയറക്ടർ, ആളുടെ ഒരു റിയൽ ഇമേജസ് എന്ന സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെയാണ് ഫസ്റ്റ് ഈ നോളജിനൊക്കെ പഠിപ്പിച്ച്. ആദ്യം ചെയ്തത് സീരിയൽസ് ഒക്കെയാണ്. അതെ. അതിനുശേഷം അവിടെ നിന്നാണ് സീരിയൽസും ടെലിഫിലിമും ഒക്കെ ചെയ്തത്. എനിക്ക് ഇപ്പോഴും അറിയാം, എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അന്ന് ഇങ്ങനെയല്ല ഈ സീൻ വരേണ്ടത് എനിക്കറിയാം. കാരണം നമ്മൾ കാണുന്ന സിനിമയിൽ ഇത്തരം സീനുകൾ ഇങ്ങനെയല്ല അതിന്റെ ലൈഫ്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഒറ്റയ്ക്കൊക്കെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരുന്നില്ല അപ്പൊ. പക്ഷെ അതിന്ന് ഞാൻ അത്യാവശ്യം കരപിടിച്ച് കയറി. പിന്നീട് സീരിയൽസ് ഒരുപാട് വർക്ക് ചെയ്തു. ഇവിടെ തന്നെ പല ചാനൽ വർക്ക് ചെയ്തില്ല, സ്റ്റുഡിയോസ് ഒരുപാട് വർക്ക് ചെയ്തു. അന്ന് ഈ സീരിയൽ കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ബിസി ആയിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സീരിയൽ അങ്ങ് മടുത്തിട്ട് സിനിമ എന്നുള്ളത്. അപ്പൊ സിനിമ ആയാലും ഈ ഡിജിറ്റൽ വന്നൊരു സമയമായിരുന്നു. അങ്ങനെ എറണാകുളം ഒരു സ്റ്റുഡിയോയിൽ കയറിയിട്ട് അവിടുന്ന് AVM എന്ന ചെന്നൈയിലെ എല്ലാവരും സിനിമയിലെല്ലാവരും സ്വപ്നമായിട്ടുള്ള AVM സ്റ്റുഡിയോയിൽ എഡിറ്റിംഗ് അസിസ്റ്റന്റായിട്ട് കുറെ പേരുടെ കൂടെ അന്ന് മലയാള സിനിമയിൽ അന്ന് ബിസി ആയി നിൽക്കുന്ന ഒരുപാട് എഡിറ്റേഴ്സിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നീട് അസോസിയേറ്റ് ആയിട്ട് ഒരു 10-35ഓളം സിനിമ അവിടുന്ന് അസിസ്റ്റന്റും അസോസിയേറ്റ് ആയിട്ട് അവരെല്ലാം കൂടെ വർക്ക് ചെയ്തു. മെയിൻലി PC മോഹൻ എന്നൊക്കെയുള്ള എഡിറ്റർ ഉണ്ട്, അവരെ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെ അതിനുശേഷം ഒറ്റയ്ക്ക് ചെയ്തതാണ് ഫസ്റ്റ് ഫിലിം. അത് സത്യത്തിൽ അതിലേക്ക് ഞാൻ ആക്ച്വലി ഈവൻ 2020 ഞാൻ ഇൻഡിപെൻഡന്റ് എഡിറ്റർ അല്ല ഇതിന്റെ. അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന രഞ്ജൻ അബ്രഹാം എന്നുള്ള ആളാണ് എന്റെ എഡിറ്റർ. എങ്കിൽ പോലും 2020 എന്റെ കരിയറിൽ എനിക്ക് ഇൻഡസ്ട്രിയിലും കുറച്ച് ആളുകളുടെ ഇടയിലും ഇമേജ് ഉണ്ടാക്കി തന്നു, കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കി തന്നു. ഒരു റീ എൻട്രി സിനിമയിൽ കിട്ടിയതാണ്. അതിന് കാരണം ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുതിയ അന്നത്തെ ആൾക്കാർ. അപ്പൊ ഞാൻ ആക്ച്വലി പഴയ എഡിറ്റിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അസിസ്റ്റന്റായി വന്ന ആളാണ് ഞാൻ. ആക്ച്വലി പഴയ ആളും പുതിയ ആളും കൂടി രണ്ടിലും ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും. അപ്പം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അത്ര ഈസി അല്ല അന്നൊന്നും അങ്ങനെ എഡിറ്റിംഗിലേക്കൊന്നും വരാൻ. നമ്മൾ വർഷങ്ങൾ ഇങ്ങനെ അസിസ്റ്റന്റ് ആയി നിന്ന് ബാക്കിൽ നിന്ന് കണ്ടൊക്കെ എഡിറ്റിംഗ് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ഉള്ള സമയത്ത് മീൻസ് എക്സ്പീരിയൻസ് ആയി അവിടുന്ന് ഈ പുതിയൊരു ട്രെൻഡ് വന്ന കുറച്ച് എഡിറ്റേഴ്സ് വന്നു. അപ്പൊ അവരുടെ കൂടെ ഈ സ്പോട്ട് എഡിറ്റിംഗ് ഒക്കെ ഫസ്റ്റ് മലയാളത്തിൽ ചെയ്ത് അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഞാൻ മദ്രാസിൽ നിന്ന് ചാടി ഇവരുടെ കൂടെ വന്ന്. ആ സമയത്ത് ഈ പുതിയ ആൾക്കാരുടെ എൻട്രി പഴയ ആൾക്കാർക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കി. അത് കുറ്റം പറയാൻ പറ്റില്ല. അതിങ്ങനെ ഈസി വേയിൽ വരിക എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് വന്നവർക്ക് ഒരു ചെറിയ ഫീലിംഗ് അത്രേ ഉള്ളൂ അതിന്റെ ബാക്കിൽ. അല്ലാതെ ആരും ചെയ്യരുത് സക്സസ് ആവരുതെന്നല്ല അതിന്റെ പ്രശ്നം. പക്ഷെ അന്ന് അത് ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഞാൻ അതിന് അന്നത്തെ എന്റെ മദ്രാസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്തു. ഫുൾ സിംഗ് അവരുടെ കൂടെ ഞാൻ നിന്നു. ആ പടങ്ങളൊക്കെ റിലീസ് ചെയ്തു.
അതിന് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല? അതിൽ വന്ന പ്രശ്നങ്ങൾ എനിക്കാണ് വന്നത്. കാരണം വന്ന പുതിയ ആൾക്കാർക്കൊക്കെ കാർഡിന്റെ മെമ്പർഷിപ്പ് അന്ന് മാക്ട് ആയിരുന്നു, ഫെഫ്കല്ല. അപ്പൊ അന്ന് ഈ കാർഡിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മെമ്പർഷിപ്പ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ കാർഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുതിയ ആൾക്കാർക്ക് അങ്ങനെ വരുന്നവർക്കൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതിന്റെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ യൂണിയൻ നിയമങ്ങളിൽ നമ്മൾ അന്ന് ഇന്ന് റെസ്പെക്ട് ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷെ അന്ന് ആ പുതിയ ഗ്രൂപ്പിൽ കുറെ പേർക്ക് കിട്ടി. അതിലൊരു രക്തസാക്ഷിയായത് ഞാനായിരുന്നു. ഞാനൊരു 1.5 വർഷത്തോളം ശരിക്കും സിനിമ വർക്ക് ചെയ്യാനേ പറ്റാത്ത അവസ്ഥയിൽ, കാർഡില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കാർഡും തരുന്നില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു. പക്ഷെ അന്നത്തെ അവർക്ക് ഇന്ന് എന്റെ സുഹൃത്തുക്കളാണ്. ഇന്ന് ഞാൻ ഫെഫ്ക എന്നുള്ള എഡിറ്റേഴ്സ് യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. അപ്പൊ അത് സത്യത്തിൽ അതൊരു വലിയ ഭാഗ്യം. സീത, സംഘടനകളെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലാണ് ഏറ്റവും കൂടുതൽ സിനിമാ സംഘടനകളുള്ളത്, ഏറ്റവും കൂടുതലായിട്ടും, ഏറ്റവും അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ. പക്ഷേ ഇപ്പൊ നടന്ന നമ്മുടെ തിയേറ്റർ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും സംഭാവന ചെയ്യുന്നില്ല. അത് സംഘടന ഒരു രീതിയിൽ നോക്കിയാൽ എല്ലായിടത്തും ഉണ്ട്. ഇതിപ്പോ എല്ലാ ലാംഗ്വേജ് സിനിമകളിലും സംഘടന ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഈ സംഘടന പെട്ടെന്നാണ് അതിന്റെ ഒരു പബ്ലിസിറ്റി കിട്ടിയത്. അപ്പൊ പണ്ട് ഈ മാക്ടോ വന്നപ്പോഴും കിട്ടാത്ത പബ്ലിസിറ്റി ഇപ്പൊ ഫെഫ്ക വന്നപ്പോ കിട്ടി. അങ്ങനെ സംഘടന ആക്ച്വലി നല്ലത് തന്നെയാണ്. ഇപ്പം എന്നെ പോലുള്ള ആൾക്ക് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിലും എനിക്ക് ആ സംഘടന കൊണ്ട് ഗുണങ്ങളുണ്ട്. പക്ഷെ വേറൊരു നമ്മുടെ കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പം അത് അവരുടെ അവർക്ക് അതിൽ ന്യായങ്ങൾ ഉണ്ടായിരിക്കാം. അത് സിനിമയ്ക്ക് ഗുണം ചെയ്യണമെന്ന് വെച്ചാൽ സിനിമ പബ്ലിക്കിന്റെ ഇടയിൽ ഇപ്പൊ സത്യത്തിൽ സമരം കേട്ട് അവർ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ അതിന്റേതായ കാര്യങ്ങളുണ്ട്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു സേഫ്റ്റി, സെക്യൂരിറ്റി, അങ്ങനത്തെ പ്രശ്നം, അതിന് യൂണിയൻ നല്ല തന്നെയാണ്. പിന്നെ അതിനെപ്പറ്റി ശരി തെറ്റുകൾ കുറെ പറയാൻ എനിക്കറിയില്ല. എനിക്ക് യൂണിയൻ ഇഷ്ടമാണ്, അതിന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ്, നല്ല രീതിയിലാണെങ്കിൽ. പിന്നെ ഈ വിലക്കുകളൊക്കെയാണ് രണ്ട് വശങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ഒരു കൊല്ലം ഒരു പടം ഞാൻ പടം ചെയ്യാതിരുന്നത് അനുഭവിച്ചത് ഞാൻ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ഒരു പടം ചെയ്യാതിരിക്കുന്ന ഒരു സെക്കൻഡ് ഒരു പാർട്ടി അതുകൊണ്ടൊരു വിഷമം ഉണ്ടായിട്ടില്ല. ബിക്കോസ് എന്റെ കരിയറിൽ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ളായിരുന്ന ഇത് ബ്ലോക്കായി. പിന്നെ എങ്ങനെയായിരുന്നു അതിന്റെ എൻട്രി? പിന്നീട് ആ ഒരു 1.5 വർഷക്കാലം വളരെ കഷ്ടപ്പെട്ടു. ആ സമയത്ത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഞാൻ നാദിർഷ എന്നുള്ള, ഞാൻ ഇക്ക വിളിക്കും, നാദിർഷയൊക്കെ ഒരു ദിവസം സ്റ്റുഡിയോയിൽ വെച്ച് പരിചയപ്പെടാം, എറണാകുളം റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അപ്പം ആ ചെറിയ മനുഷ്യന്റെ ഉള്ളിൽ വലിയ മനസ്സുണ്ട്. അത് അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം അങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പുള്ളി കണ്ട പൊതുവെ അങ്ങനെ ഒരു സീരിയസ് ക്യാരക്ടറായിട്ട് തോന്നും. എന്നെ എല്ലാവരും പറയാറുണ്ട് അങ്ങനെ. അപ്പോൾ ആള് എങ്ങനെ എന്നോട് സംസാരിച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം സിനിമ വർക്ക് ചെയ്തിരുന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ദേ മാവേലി കൊമ്പത്ത് എന്നുള്ളൊരു അതിന്റെ വീഡിയോ, അത് വർഷം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതിന്റെ ഓഡിയോ കേട്ടിട്ട് ത്രില്ലടിച്ചിട്ടുണ്ട്, ഓണാകുമ്പോ അത് വാങ്ങാനൊക്കെ വേണ്ടിട്ട്. അപ്പം അതിന്റെ വീഡിയോ അന്ന് അവര് ഫസ്റ്റ് ടൈം ഇറക്കുകയാണ് ആ വർഷം. അപ്പൊ അതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ശ്രീത്ത് ചെയ്യുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ച് സിനിമയാണ് മോഹമെങ്കിലും ഇത് മോശമെന്നല്ല. പക്ഷെ ഞാൻ അതിൽ കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ അതില് ദിലീപേട്ടനടക്കം ഫേമസ് ആയിട്ട് ബിസിയായി നിൽക്കുന്ന ഒരുപാട് പേരുടെ ഇൻവോൾവ്മെന്റ് ആയിട്ടുണ്ട്. അതിന് അവർ സമയം കണ്ടെത്തുന്നു, അതിന് വേണ്ടിയിട്ട് അത് നന്നാക്കാൻ വേണ്ടി അവർ ഇപ്പോഴും. അപ്പൊ ആ ഗ്രൂപ്പിനെ കണ്ടപ്പോ തന്നെ എനിക്ക് അങ്ങ് ത്രില്ലടിച്ചിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ വീഡിയോ ഫസ്റ്റ് എഡിറ്റ് ചെയ്യണം. അതിൽ കുറച്ച് വീഡിയോ ഒരു 1 hour പ്രോഗ്രാം ആയിരിക്കും. അത് കൈരളിയാണ് സ്ഥിരമായിട്ട് അതിന്റെ കാണിക്കാറ് ഓണം സമയത്ത്. അങ്ങനെ ഫസ്റ്റ് വീഡിയോ ചെയ്തു. അങ്ങനെ ആ വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷവും അതിന്റെ സെക്കൻഡ് എഡിഷൻ വന്നപ്പോഴും എന്നെ വിളിച്ചു. അപ്പോഴും ഞാൻ അധികം പണിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. ആക്ച്വലി ആ സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ സീരിയൽസും ആഡ് ഫിലിം ഉണ്ടായിരുന്നു, കുറച്ച് ബിസിയായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയർ അത് ഇറങ്ങിയ സമയത്ത് ദിലീപേട്ടനെ പരിചയപ്പെട്ടു. അത് നാദിർഷയുടെ കെയർ ഓഫിലാണ് ദിലീപേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പം ഇതിന്റെ വീഡിയോ ഒരു ദിവസം ദിലീപേട്ടന്റെ കാറിലിട്ടിട്ട് കാണാണ്. അപ്പം അത് കണ്ടുകഴിഞ്ഞിട്ട് അതിനകത്തും ചോദിക്കുന്നത് ആരാ എഡിറ്റ് ചെയ്തതെന്ന് വെച്ചു. ഞാൻ അവരുടെ ബാക്കിൽ ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളി അപ്പൊ ടെക്നിക്കലി സിനിമയെ പറ്റിയിട്ട് 150% എന്ന് പറയാം, അത്രയും നോളജ് ഉള്ള ഒരാളാണ് ദിലീപേട്ടൻ. അപ്പൊ എല്ലാ മേഖലയും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നുകൊണ്ടായിരിക്കാം. ടെക്നിക്കലി എല്ലാം ഭയങ്കര ശ്രദ്ധിക്കുന്ന ആളും തറവായിട്ടുള്ള ആളാണ്. അപ്പൊ ആള് ഇത് ചോദിച്ചപ്പോൾ ഞാൻ ബാക്കിൽ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ എന്നെ പരിചയപ്പെടുത്തി. എന്റെ പോകാൻ നേരത്ത് വേറൊന്നും സംസാരിച്ചില്ല. എന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ കാണാട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആ കാണാ എന്ന് പറഞ്ഞതിൽ എന്തോ ഒരു
എനിക്ക് ഫീൽ ചെയ്തു. സാധാരണ സിനിമയിൽ എല്ലാവരും പറയുന്ന പോലെ അല്ല എന്നുള്ളത്. പക്ഷെ അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് അപ്പൊ ഈ 2020 ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഒരു വർഷമായിട്ട് ഷൂട്ട് ചെയ്താ പടം, അറിയാലോ, ഭയങ്കര ഫിലിമായിരുന്നു. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അങ്ങനെ വീട്ടിലിരുന്നപ്പോ ആലോചിച്ചു, ദിലീപേട്ടനെ പോലെ ആളെ പരിചയപ്പെട്ടിട്ട് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ചോദിച്ചില്ല, അത് യൂസ് ചെയ്തില്ല എന്നുള്ളത് ഒരു തെറ്റാണോ എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒന്നും ചോദിച്ചാലോ ഓപ്പണായിട്ട് ഒരു ഫിലിമിന്റെ ചാൻസ് വരുമെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കാനുള്ള റിലേഷൻ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് പൊതുവെ ഇങ്ങനെ ഈ ചാൻസ് ചോദിക്കാൻ അതൊരു മോശമായിട്ടല്ല, ചാൻസ് ചോദിച്ചാലേ ചാൻസ് കിട്ടുള്ളൂ, അതറിയാം. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ആ റിലേഷൻസ് പോകുന്നത് പേടിയാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ ഒരാളോട് ഒരു ഫിലിമിന്റെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അയാൾ കാണുമ്പോ എന്നെ അവോയ്ഡ് ചെയ്യും. നോർമലി നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പ് പോലും കട്ട് ഓഫ് ആവും. അപ്പൊ അത് തന്നെ അത് പേടിച്ചിട്ട് ഞാൻ ഈ ചാൻസ് അങ്ങനെ ചോദിക്കാറില്ല. അങ്ങനെ ഞാൻ തീരുമാനിച്ച് വേണ്ട, വിളിക്കണ്ടെന്ന്. പക്ഷെ അരമണിക്കൂറിനുള്ളിൽ നാദൃശയുടെ ഒരു കോൾ വന്നു. അപ്പൊ പുള്ളി ഇതൊന്നും അറിഞ്ഞിട്ടൊന്നല്ല. പുള്ളി എന്നെ ചോദിച്ചു, നീ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ എറണാകുളത്തുനിന്ന്, നീ ദിലീപിനെ ഒന്ന് വിളിക്കണം, ദിലീപ് നിന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ നമ്പർ തരാം, മെസ്സേജ് ചെയ്താൽ മതി, ആള് ഫോൺ എടുക്കും, സംസാരിക്കാം. അപ്പൊ ഇതൊരു രാത്രി ഒരു 9-9:30 മണി. ഞാൻ ദിലീപേട്ടനെ വിളിക്കുന്നു, ഞാനാ പറയുന്നു. അതിന്റെ അരമണിക്കൂർ മുന്നേ വിളിച്ചാലോ എന്ന് വിചാരിച്ചിരുന്ന ഞാൻ അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ 2020 ലൊക്കേഷനാണ്. പുള്ളി അപ്പൊ തന്നെ എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ ലൊക്കേഷനിൽ പോകുന്നു. അപ്പൊ എല്ലാവരും ജോഷി സാർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, രാത്രിയാണ് ഷൂട്ട്. അതിന്റെ ഇടയിൽ ഷോട്ടിന്റെ ഇടയിൽ എന്നെ കണ്ടപ്പോൾ കൈ കാണിച്ചിട്ട് പുള്ളി അത് കഴിഞ്ഞ ഷോട്ട് കഴിഞ്ഞപ്പോൾ വന്ന ഉടനെ എന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ ഫിലിമിനെ പറ്റിയിട്ട് ഇങ്ങനെ ഫിലിം നടക്കുമെന്നല്ലാതെ പബ്ലിക് ഇതിനെ പറ്റിയിട്ട് ഒന്നും ഒരു ഷോട്ട് പോലും ചാനലിലോ റിപ്പോർട്ടിലോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈം ഇതിന്റെ ക്ലിപ്പിംഗ്സ് പുറത്ത് കാണിക്കുന്നത് ഒരു ട്രെയിലറും മേക്കിംഗ് ഓഫ് 2020 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയും കൂടെ ആയിരിക്കണം. അപ്പൊ അതൊരു ചുമ്മാ ഒരു ട്രെയിലർ ചെയ്യണ മാതിരി ആവാതെ ഒരു സംഭവം ആക്കണം എന്ന് പറഞ്ഞിട്ട് രാത്രി എന്നോട് സംസാരിക്കുന്നു, കൈ കൊടുത്ത് ചെയ്യാന്ന് പറഞ്ഞ പിരിയാണ്. അങ്ങനെ അതിന്റെ ശരിക്കും പറഞ്ഞിട്ട് 1.5 മാസം, ഒരു ട്രെയിലറിനാകെ 2-3 ദിവസം മതി, പക്ഷെ 1.5 മാസത്തിൽ കൂടുതൽ അതിന്റെ ട്രെയിലറും മേക്കിംഗ് ഓഫ് 2020 ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. ആ സമയത്ത് ഡെയിലി ഞങ്ങൾ ദിലീപേട്ടനായിട്ട് കാണുകയും സംസാരിക്കുകയും കുറച്ചുകൂടി അടുപ്പം വന്നു. അങ്ങനെ 2020 ഒരു പോർഷൻ, അതിന്റെ ഒരു പാർട്ടാവാൻ പറ്റി എനിക്ക്. അതെന്റെ കരിയറിൽ കുറെ ബന്ധങ്ങളും പബ്ലിസിറ്റിയും. 2020 ഫസ്റ്റ് വീഡിയോ ക്ലിപ്പിംഗ് ഇറങ്ങിയപ്പോ എന്റെ പേര് കാണുന്നപ്പോ അങ്ങനെ യൂട്യൂബിലും അന്ന് ഓർക്കുട്ടാണ്, അതിലൊക്കെ ഭയങ്കര പബ്ലിസിറ്റി ഒക്കെ കിട്ടി. അങ്ങനെ 2020 എന്റെ കരിയറിൽ ഞാൻ എന്റെ മെയിൻ എഡിറ്റർ അല്ലെങ്കിൽ പോലും അതെ, അതെന്റെ ഒരു ലൈഫിലെ ഏറ്റവും വലിയ ലക്കാണ്. ആ ഒരു പുതിയ റിലേഷൻസും ഒരു കണക്ഷനും. അതിന്റെ ശേഷം ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്റെ ടൈറ്റിൽ വന്നിട്ട് ഞാൻ ചെയ്ത പടം കേരള കഫേ എന്നുള്ള. എന്തായാലും ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അവാർഡ് കൂടി കിട്ടട്ടെ. തീർച്ചയായും. അത് എന്തായാലും ഉറപ്പായിട്ടും ഈ അവാർഡ്സ് എല്ലാരും പറയും കിട്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതെ, അത് എല്ലാവരുടെ ഉള്ളിൽ ആഗ്രഹമുള്ള തന്നെ. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുടെ അംഗീകാരത്തിന്റെ എക്സ്ട്രീമാണ് അവാർഡ് എന്ന് പറയുന്നത്. അത് നമ്മളെ ഒരു സ്റ്റേജിൽ കുറെ ആളുടെ മുമ്പിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെ. അല്ലെങ്കിൽ അവാർഡ്സിനായിട്ട് ഇത്ര ആൾക്കാർ വരില്ല. അതിൽ ഡാൻസും പാട്ടും കാണാൻ വേണ്ടി മാത്രമല്ലല്ലോ ആൾക്കാർ അവാർഡ് വാങ്ങുന്ന. അതിനൊരു വലിയൊരു ഇതുണ്ട്. ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അറിയാം. തീർച്ചയായിട്ടും. അപ്പം ഏതൊരു അവാർഡും, ചെറിയ അവാർഡിനായാലും അവാർഡ് വലിയ സംഭവം തന്നെയാണ്. അതിപ്പോ നമ്മുടെ പേര് സ്ക്രീനിൽ എഴുതി കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം പോലെ തന്നെയാണ്. അത് പലരും പറയാം അതൊന്നും കാര്യമില്ല, പക്ഷെ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളെ സിനിമ ചെയ്യാൻ വരില്ല. മനസ്സിലായില്ലേ? ഞാനിങ്ങനെ എല്ലാ പടങ്ങളും ചെയ്യണം, എന്നെ ആരും അറിയുന്നില്ല, എന്റെ പേരില്ല, എനിക്ക് എത്ര കാലം ചെയ്യും. നമുക്കത് തിരിച്ചറിഞ്ഞാൽ വർക്ക് നന്നായിരുന്നു അല്ലെങ്കിൽ മോശമായി രണ്ടും കേൾക്കും. അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ അറിയുമ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂലൊക്കെ വരിക. പണ്ടൊരു എഡിറ്ററിന് ഇങ്ങനെ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇപ്പോഴത്തെ ഒരു എഡിറ്റിംഗിന്റെ ഒരു കൂടുതൽ ആൾക്കാരിൽ എഡിറ്റിംഗൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. പണ്ട് ഇതൊരു വേറൊരു ലോകത്ത് നടക്കുന്ന പ്രോസസ്സാണ്, ചെന്നൈയിൽ മാത്രം. അപ്പൊ അതൊരു ഭാഗ്യം. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഇയറിന്റെ എൻഡിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ഇയർ വരുമ്പോഴത്തേക്കും, പ്രഭാതയിൽ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ധാരാളം അവാർഡ്സും അവാർഡ് വിന്നറും ഒക്കെ ആവും. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പെട്ടെന്ന് ഡയറക്ടർ എല്ലാം നടക്കും. അത് ചിലപ്പോൾ 2013, 2014, 2015 പക്ഷെ ചെയ്യും. അതിന്റെ പേരിൽ എഡിറ്റിംഗ് നിർത്തൂല. ഓക്കെ, ആ ഒരു പ്രഖ്യാപനത്തോടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ശ്രീ. താങ്ക് യു.